നമസ്കാരം. പരിമിതികളെ തോൽപ്പിച്ച അത്ഭുത മനുഷ്യരെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. സാധാരണ മനുഷ്യരിൽ നിന്നും വിഭിന്നമായി ശാരീരികമോ മാനസികമോ ആയ പരിമിതികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിക്കാർ. ജന്മന മാനസികമോ ശാരീരികമോ ആയ പരിമിതികളുള്ളവരും അപകടങ്ങളിലോ യുദ്ധങ്ങളിലോ മറ്റ് പ്രകൃതി ദുരന്തങ്ങളിലോ പെട്ട് ഭിന്നശേഷികളായവർ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ലോകത്താകെയുള്ള ജനങ്ങളിൽ ഏതാണ്ട് 15% ഭിന്നശേഷിക്കാരാണ്. അതായത് 100 കോടി ജനങ്ങൾ. ലോകത്തിലെ 7 പേരിൽ ഒരാൾ ഭിന്നശേഷിക്കാരനാണ്. ഇവരിൽ ഏതാണ്ട് 10 കോടി കുട്ടികൾ ഉൾപ്പെടുന്നു. ലോകത്തിലാകെയുള്ള ഭിന്നശേഷിക്കാരിൽ 80%-ഓളവും വികസ്വര രാഷ്ട്രങ്ങളിലാണ് ജീവിക്കുന്നത്. ഇവരിൽ 50%-വും ചികിത്സ നേടാൻ ശേഷിയില്ലാത്തവരാണ്. വികസ്വര രാഷ്ട്രങ്ങളിലെ ഭിന്നശേഷിക്കാരായ 90%-ഓളം കുട്ടികളും വിദ്യാഭ്യാസം നേടാൻ വേണ്ട ചുറ്റുപാടുകൾ ഇല്ലാത്തവരാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്ഥിരോത്സാഹത്തിലൂടെ പരിമിതികളെ മറികടന്ന് പരിധികളില്ലാത്ത ഉയരങ്ങൾ കീഴടക്കിയ അനേകം പേർ ഈ ലോകത്തിലുണ്ട്. അതിൽ ഒരാളെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ്. മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന അസുഖം ബാധിച്ച് ശരീരത്തിൻ്റെ 90%-വും തളർന്ന് വീൽചെയറിൽ ഒതുങ്ങിയ വ്യക്തിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. 90%-വും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ തളർന്ന് വീൽചെയറിൽ ഒതുങ്ങിയപ്പോഴും തളരാത്ത തലച്ചോറ് കൊണ്ട് പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളഴിച്ച മഹാപ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. 1942 ബ്രിട്ടനിൽ ജനിച്ച ഹോക്കിംഗ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് PhD-യും നേടി. 21-ാം വയസ്സിൽ രോഗത്തിൻ്റെ പിടിയിലായി. പിന്നീട് ശരീരം പൂർണ്ണമായി തളർന്നു ചക്രകശേരയിലായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം. രോഗം സംസാരശേഷിയെയും ബാധിച്ചു. അതോടെ കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ച സ്പീച്ച് സിന്തസൈസർ വഴിയായി ലോകത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആശയവിനിമയം. 2 വർഷത്തിനപ്പുറം ആയുസ്സില്ലെന്ന് ശാസ്ത്രലോകം, വൈദ്യശാസ്ത്രം വിധിച്ച അദ്ദേഹം പിന്നെയും 5 ദശകങ്ങൾ ജീവിക്കുകയും പരിമിതികളെ തോൽപ്പിച്ച് വിജയകരമായ ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്ത വ്യക്തിത്വമാണ്. പ്രപഞ്ചശാസ്ത്രത്തെ സംബന്ധിച്ച് ധാരാളം പുസ്തകങ്ങൾ, ധാരാളം ഗ്രന്ഥങ്ങൾ, അതും പ്രശസ്ത ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയുണ്ടായി.